ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കാണിപ്പക്കം ശ്രീ സ്വയംഭൂ വരസിദ്ധി വിനായക ടെമ്പിളിലാണ്. ഇന്ന് രാത്രി 8 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയിരുന്നു. രാത്രി ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റ് റെഡിയായി 7 മണിയായപ്പോഴത്തേക്കും ദർശനത്തിന് നമ്മൾ ഇറങ്ങി വന്നു. അപ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫോണ് വണ്ടിയിൽ വെച്ചിട്ടാണ് ഇതിൽ പോകുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോൺ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഇവിടുത്തെ വിഗ്രഹം സ്വയംഭൂവായി കിണറ്റിനുള്ളിൽ നിന്നും ഉയർന്നു വന്ന വിഗ്രഹമാണ്. വലിയൊരു വിഗ്രഹമാണ്. സാധാരണ അമ്പലങ്ങളിലെ പോലെ ചെറിയ വിഗ്രഹമല്ല. ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം വരുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഒരിക്കൽ അന്ധനും മൂകനും ബധിരനുമായിരുന്ന 3 സഹോദരങ്ങള് ഒരു കിണർ ഒഴിച്ചു. അപ്പോൾ കിണർ ഒഴിച്ചു ചെന്നപ്പോഴത്തേക്കും വെള്ളം വന്ന ആ ടൈമില് എന്തോ ഒരു കല്ലിലോ എന്തോ തട്ടി. അപ്പം വെള്ളത്തിന്റെ കൂടെ ബ്ലഡും കൂടെ പുറത്തേക്ക് വന്നു. അപ്പൊ ഈ സഹോദരങ്ങള് ഇത് കണ്ട് ഭയന്നു. അപ്പോൾ അവരുടെ വൈകല്യങ്ങൾ മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വയംഭൂവായി ഉയർന്നു വന്നതാണ് ഈ വിഗ്രഹം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിലായിട്ട് മഹാദേവന്റെ അമ്പലവും പിന്നെ വരദരാജ പെരുമാളിന്റെ അമ്പലവും ഉണ്ട്. ഈ ക്ഷേത്രവും തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ തന്നെയാണ്. തിരുപ്പതിക്ക് പോകുമ്പോൾ പലർക്കും അറിയില്ല ഇവിടെ കയറിയിട്ട് വേണം പോകാൻ എന്നുള്ളത്. ഞങ്ങൾ 2016 തിരുപ്പതിക്ക് പോകാൻ തുടങ്ങി അന്ന് മുതൽ ഇവിടെ കയറിയിട്ട് മാത്രമേ പോകാറുള്ളൂ. ഈ മഹാദേവന്റെ ക്ഷേത്രത്തില് കാളഹസ്തിയിലെ ഇതുപോലെ രാഹുകേതു ഭഗവാന്റെ ഒരു ചെറിയ ഉപക്ഷേത്രവും കൂടെ ഉണ്ട്. ഈ കാണുന്നതാണ് വെങ്കടേശ്വര ഭഗവാന്റെ ക്ഷേത്രം. ഇവിടുന്ന് ഇനി തിരുപ്പതിയിലേക്ക് 65 കിലോമീറ്റർ ആണ് ഉള്ളത്. സമയം ഇപ്പൊ 8:15. നമ്മളിപ്പോ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനുശേഷം നമ്മൾ നേരെ തിരുപ്പതിയിലേക്ക് പോകും. സമയം ഇപ്പോൾ 9:45. നമ്മൾ അവിടുന്ന് പോകുന്നത് 8:45 ഇപ്പോൾ ഇനി നമ്മൾ അലിപ്പിരി ടോൾ ഗേറ്റിന് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ചെക്കിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അലിപ്പിരി എത്തി. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ നടന്നു വേണമെങ്കിലും മുകളിലേക്ക് പോകാം. 3550 സ്റ്റെപ്പോളമാണ് ഉള്ളത്. ഒരു 12 കിലോമീറ്ററോളം ഉണ്ട് നടന്നു പോകാനായിട്ട്. അതുകൂടാതെ ശ്രീപെരുമേട്ട് വഴി ചെറിയ വഴിയുമുണ്ട്. അത് 2388 സ്റ്റെപ്സോളമാണ് ഉള്ളത്. ഇതാണ് അലിപ്പിരി ചെക്ക് പോസ്റ്റ്. ഈ വണ്ടികളെല്ലാം കിടക്കുന്നത് ഇവിടെ ചെക്കിംഗ് ഉണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടി നിർത്തി വണ്ടിയിലുള്ള ബാഗുകളെല്ലാം കാണുന്ന ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് അവിടെ സ്കാനിങ്ങിന് വിടണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വണ്ടിയും പോലീസുകാർ വന്ന് അകത്തെല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്ത് വിടും. അതായത് പ്ലാസ്റ്റിക്, പിന്നെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങള്, പിന്നെ ആയുധങ്ങള്, അതായത് ഒരു ലൈറ്റർ പോലും നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാൻ പാടില്ല. തിരുമലയിലുള്ളത് പ്ലാസ്റ്റിക് കുപ്പികളിൽ ഒന്നും വെള്ളം അവിടുത്തെ ഒരു കടകളിലും ഇല്ല. എല്ലാം ചില്ല് ബോട്ടിലുകളിലാണ് വെള്ളം കിട്ടുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗുകളെല്ലാം ചെക്ക് ചെയ്ത് ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ വണ്ടിയും കൂടെ ചെക്കിങ് കഴിഞ്ഞ് കയറി വരണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആണ് ചെക്കിങ് ഉള്ളത്. ഇന്ന് നല്ല തിരക്കുള്ളത് കൊണ്ട് കുറച്ചേറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം വണ്ടി ഇവര് ബോണറ്റും ഡിക്കിയും എല്ലാം തുറന്ന് ചെക്ക് ചെയ്യും. അതുകൊണ്ട് കുറച്ചേറെ സമയം എടുക്കും. അങ്ങനെ നമ്മുടെ വണ്ടി ചെക്കിങ് കഴിഞ്ഞ് ടോൾ ഗേറ്റ് കടന്ന് ഇപ്പുറത്ത് വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് തിരുമലയിലേക്ക് എത്തണം. ഇവിടുന്ന് 20-21 കിലോമീറ്ററോളമാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന വഴി തിരുമലയിലേക്ക് പോകാൻ മാത്രമുള്ളതാണ്. തിരിച്ച് നമ്മൾ തിരുപ്പതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയാണ്. ഈ വഴിയല്ല ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് 40-45 മിനിറ്റോളം എടുക്കും മുകളിലേക്ക് എത്താനായിട്ട്. നമ്മൾ ഇത്രയും പ്രാവശ്യം തിരുപ്പതിയിലെ ദർശനത്തിന് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ തിരുമലയിലെ റൂം ബുക്ക് ചെയ്തിട്ടില്ല. തിരുപ്പതിയിലാണ് റൂം ബുക്ക് ചെയ്യാറ്. കാരണം ഇവിടെ അലിപ്പിരി ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ബാഗുകളെല്ലാം ഇറക്കി ചെക്കിങ്ങിന് വിടണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തിരുപ്പതി റൂം എടുക്കും. എന്നിട്ട് ബാഗുകളെല്ലാം അവിടെ വെക്കും. എപ്പോഴാണോ ദർശനത്തിന്റെ സമയം അപ്പോഴേക്കും നമ്മൾ അവിടെ റൂമിൽ നിന്ന് റെഡിയായി വരാറാണ് പതിവ്. എല്ലാവരും പറയാറുണ്ട് തിരുപ്പതി ദർശനം നടത്തണമെങ്കിൽ നല്ല ചെലവാകും, അത്രയും ദൂരം പോകണം, പിന്നെ താമസിക്കാനുള്ളത് അങ്ങനെയൊന്നുമില്ല. തിരുപ്പതി വരെ നിങ്ങൾ ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് വരിക. തിരുപ്പതിയിൽ നിന്ന് തിരുമല വരെ ഫ്രീ ആയിട്ടുള്ള ബസ്സുണ്ട്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ തിരുമലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് കാണിച്ചാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങൾ വെക്കാൻ ഫ്രീ ആയിട്ട് ലോക്കർ കിട്ടും. അതിനെല്ലാം നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നാൽ മാത്രം മതി.
ഫ്രീ ഫുഡ്, ഫ്രീ സ്റ്റേ, ഫ്രീ ബസ് എല്ലാം തിരുപ്പതി ഭഗവാന്റെയാണ്. സമയം ഇപ്പം 11 മണി കഴിഞ്ഞു. നമ്മളങ്ങനെ തിരുമല എത്തി. ഇവിടെ നമ്മൾ ARP കൗണ്ടറിലേക്കാണ് പോകുന്നത്. നമ്മുടെ അക്കോമഡേഷനിൽ കാണിച്ചിരിക്കുന്നത് ARP കൗണ്ടറിൽ എത്താനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമ്മുടെ റൂം എവിടെയാണെന്നുള്ളതും എല്ലാം അറിയാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കാം. നമ്മുടെ ആധാർ കാർഡ് കാണിച്ചാൽ മതി. 100, 1000 അങ്ങനെ എല്ലാ റേറ്റിലും ലഭ്യമാണ്. അങ്ങനെ നമ്മൾ ARP കൗണ്ടറിൽ എത്തി. ഇനി അവിടെ ചെന്ന് നമ്മുടെ റൂം എവിടെയാന്ന് നോക്കിയിട്ട് വരാം. നന്ദകം ഗസ്റ്റ് ഹൗസിലാണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി. അപ്പൊ താഴെ ചെന്ന് കഴിയുമ്പോൾ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് കീ തരും. നമ്മൾ റൂമിൽ വന്നു. ഇതാണ് റൂം. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. വലിയൊരു കട്ടിലുണ്ട്, സെപ്പറേറ്റ് ഒരു ചെറിയ കട്ടില്, പിന്നെ 2 സെറ്റി, എല്ലാം നല്ല സൗകര്യമുള്ള വലിയൊരു റൂം. ഇതാണ് ഒരു ചെറിയ ഒരു കിച്ചന്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം. 2 ടൈപ്പ് ക്ലോസറ്റ് ഉണ്ട്, ചൂടുവെള്ളം ഉണ്ട്, തണുത്ത വെള്ളം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല അടിപൊളി ഒരു റൂം. സമയം 12:30 ആയി. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റൂമിന് വെളിയിൽ ഇറങ്ങിയതാണ്. നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ റൂമിൽ ചെന്ന് റെഡിയായി 4 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വൈകുണ്ഠം കോംപ്ലക്സിൽ ചെല്ലണം. അവിടെയാണ് നമ്മുടെ ദർശനത്തിന് ഉള്ള ക്യൂ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ടിക്കറ്റുമായിട്ട് അവിടെ വേണം ചെല്ലാനായിട്ട്. നമ്മളങ്ങനെ റെഡിയായി. വണ്ടി ഇവിടെ ATC കാർ പാർക്കിങ്ങിന്റെ അവിടെ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ഇനി ഇവിടുന്ന് വൈകുണ്ഠം കോംപ്ലക്സിന് അങ്ങോട്ട് നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടുന്ന് ഒരു കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ. ഇവിടെ ഇടുകയാണെങ്കിൽ നമുക്ക് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയാലും ഇങ്ങോട്ട് തിരിച്ചു നടക്കാനും അധികമില്ല. പെട്ടെന്ന് നമുക്ക് നടന്നു വരാൻ പറ്റും. അപ്പൊ ഞങ്ങൾ എന്ന് വന്നാലും ഇവിടെ ഈ ATC കാർ പാർക്കിങ്ങിന്റെ അവിടെയാണ് വണ്ടി ഇടാറ് പതിവ്. നമുക്ക് അഥവാ നടന്നു പോകാൻ അറിയില്ലെങ്കിലും ഇവിടെ ടാക്സികൾ ധാരാളം കിട്ടും. അപ്പൊ നമുക്ക് എവിടെയാണോ ചെല്ലേണ്ടത് അവിടെ നമ്മളെ അവർ കൊണ്ടുപോയി ഇറക്കും. തിരുമലയിലെ ഫ്രീ ബസ് ഉണ്ട്. അതിൽ കയറിയാലും നമുക്ക് ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങാൻ സാധിക്കും. നമ്മളിപ്പോ ഇത്രയും പ്രാവശ്യം വന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വഴികളൊക്കെ കുറച്ച് പരിചയമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വന്ന ചില വഴികളൊക്കെ നമ്മൾ ഈ 19 പ്രാവശ്യം വന്നിട്ടും കാണാത്ത വഴി കൂടെയാണ് നമ്മൾ തിരുമലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റൂമിന്റെ അങ്ങോട്ട് വന്നത്. അതായത് തിരുമല എന്ന് പറയുന്നത് വലിയ ഒരു ടൗൺ ആണ്. നമ്മളിപ്പോ പോകുന്നത് വൈകുണ്ഠം 1 കോംപ്ലക്സിലേക്കാണ്. അപ്പോൾ അതായത് സ്പെഷ്യൽ എൻട്രി ദർശനമുള്ള വഴിയും ഈ വഴി തന്നെയാണ്. കുറച്ചും കൂടെ മുന്നോട്ട് നടക്കണമെന്നേ ഉള്ളൂ വൈകുണ്ഠത്തിന്റെ അവിടുന്ന്. ഏത് ടിക്കറ്റ് എടുത്താലും അതില് നമ്മൾ എത്തേണ്ട സമയവും പിന്നെ എവിടെയാണോ എത്തേണ്ടത് എന്നുള്ള സ്ഥലവും അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് അകത്തേക്ക് നമ്മുടെ ഫോണോ സ്മാർട്ട് വാച്ചോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മൾ കയറുന്ന അവിടെ തന്നെ നമുക്കൊരു ലോക്കർ ഉണ്ടാവും. അവിടെ നമുക്ക് ഇതെല്ലാം സേഫ് ആയിട്ട് വെക്കാവുന്നതാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് വേറൊരു കൗണ്ടറിൽ നിന്ന് ഇത് കിട്ടും. ഇതാണ് ഭഗവാന്റെ തിരുപ്പൊട്ട്. ഭഗവാനെ കാണാൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ തല മുണ്ടനം ചെയ്ത് ഈ പൊട്ടും തൊട്ട് വേണം നമ്മൾ ഭഗവാനെ കാണാൻ ചെല്ലുവാനായിട്ട്. 1500 രൂപയുടെ ഡൊണേഷൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് VIP ബ്രേക്ക് ദർശൻ ആണ് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി. 1 മണിക്കൂർ എടുത്തുള്ള ദർശനത്തിന്. 4 മണിയായപ്പോഴാണ് കയറിയത്. 5 മണിയായപ്പോഴത്തേക്കും ദർശനം കഴിഞ്ഞിറങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ലഡു വാങ്ങിക്കാനായിട്ട് പോയി. പിന്നെ നമുക്ക് അഗർബത്തി വാങ്ങിക്കണമായിരുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇവിടുന്ന് അഗർബത്തി ഇവിടുന്ന് വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പോകുന്നത്. വിളക്ക് കത്തിക്കുമ്പോൾ അതാണ് കത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെല്ലാം കുറെ നേരം ക്യൂ നിൽക്കണം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും 7:30 നമ്മളങ്ങനെ തിരിച്ച് വണ്ടിയിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് പോയി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഒക്കെ വേണമെന്ന്. അപ്പൊ അതൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഇതെല്ലാം വാങ്ങിച്ച് പിന്നെ ഇങ്ങോട്ട് നടന്നു വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വണ്ടി കൊണ്ട് നമ്മൾ അവിടെ ഇവിടുന്ന് കുറച്ച് മാറി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നടന്നു പോകാനാണ്. അതുപോലെ ഇവിടുന്ന് ലഭിക്കുന്ന അഗർബത്തി എന്ന് പറയുന്നത് ഭഗവാന് ചാർത്തുന്ന മാലകൾ കൊണ്ടുണ്ടാക്കുന്ന അഗർബത്തിയാണ്. നല്ല അഗർബത്തിയാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ദർശനമുണ്ട്. അതിന് നമ്മൾ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി. സുഗതം വഴി പെട്ടെന്ന് ദർശനം ലഭിക്കും. ഒത്തിരി സമയം വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട. ആദ്യം അതിനോളം കുഞ്ഞായിരിക്കുമ്പോൾ അതായത് 1 വയസ്സിൽ താഴെയുള്ള ടൈമിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ട് വന്ന് അങ്ങനെ ദർശനം നടത്തിയിട്ടുള്ളതാണ്.
ഞങ്ങളങ്ങനെ വണ്ടി അവിടെ ഒരിടത്ത് സൈഡിൽ ഒതുക്കി, എന്നിട്ട് ഇപ്പം അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കണം, അത്യാവശ്യം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് വശം. അതുപോലെ ക്ഷേത്രത്തിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പുഷ്കരണി തീർത്ഥം ഉള്ളത്. അതിനോട് ചേർന്നാണ് വരാഹസ്വാമി ടെമ്പിൾ ഉള്ളത്. നമ്മൾ അവിടെയും ദർശനം നടത്തേണ്ടതാണ്. നമുക്കവിടെ ദർശനത്തിന് കയറുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ വീഡിയോ എടുക്കാത്തത്. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ 1-2 ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ ഫോട്ടോ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതും കൂടെ വാങ്ങിച്ച് ഫുഡും കഴിച്ചിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാൻ. ഇതാണ് തിരുമലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇപ്പൊ ഇഷ്ടംപോലെ കടകളുണ്ട്. ഫോട്ടോയൊക്കെ നല്ല ഭംഗിയുള്ള ഭഗവാന്റെ ഫോട്ടോകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ചെറുതും വലുതും എല്ലാം. പിന്നെ ഓരോ തടി കൊണ്ടുള്ള ഭഗവാന്റെ രൂപങ്ങളും ഫൈബറിലുള്ള രൂപങ്ങള് എല്ലാം നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. ഞങ്ങളെല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ കയറാറുണ്ട്. കാരണം ആർക്കെങ്കിലും ഒക്കെ ഫോട്ടോ മേടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പോരുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഫോട്ടോ വേണമെന്ന്. അപ്പം നമ്മളിവിടെ കയറി വാങ്ങിച്ചിട്ടാണ് പോകാറ്. ഫോട്ടോയിൽ തന്നെ ഭഗവാന്റെ പാട്ടുകൾ, അതായത് 300, 350, 400 പാട്ടുകൾ വരെയുള്ള വലിയ വലിയ ഫോട്ടോസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന അങ്ങനെ പാട്ട്, ഭഗവാന്റെ ചാൻഡിങ്സും എല്ലാം ഉള്ള ഒരു ഫോട്ടോയാണ്. ഇതുപോലെ ഈ ലൈറ്റ് കത്തുന്ന ഫോട്ടോകളിലാണ് കേട്ടോ പാട്ടുകളുള്ളത്. അതുപോലെ 10,500 രൂപയുടെ ദർശനം നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഭഗവാന്റെ തൊട്ടടുത്ത് പോയി നമുക്ക് ദർശനം നടത്താൻ സാധിക്കും. പക്ഷെ 300 രൂപയുടെ ടിക്കറ്റിനൊക്കെ നമുക്ക് വെളിയിൽ നിന്നിട്ടാണ് ദർശനം ലഭിക്കുന്നത്. പക്ഷെ ഇതിന് നമുക്ക് ഭഗവാന്റെ തൊട്ടടുത്ത് ചെന്ന് ദർശനം നടത്താൻ സാധിക്കും. നമുക്ക് ഭഗവാന്റെ തീർത്ഥവും ലഭിക്കുന്നത് അകത്ത് കയറുമ്പോൾ. സമയം 8:30-ആയി. നമ്മൾ റൂമിലേക്ക് പോകാനായിട്ട് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ അന്നദാനത്തിന് പ്രത്യേകം ഒരു ഹാളുണ്ട്. ദിവസം 1,00,000 പേരാണ് ഫുഡ് കഴിക്കുന്നതാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് ഫുഡ് കിട്ടും. പക്ഷെ നമുക്ക് അത്രയും നടന്നു പോയി നടന്നു വരണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. ഇപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ കഴിച്ചിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമിനടുത്തെത്തി. ഇനിയിപ്പം റൂമിൽ പോയി കിടന്നുറങ്ങുക. നാളെ രാവിലെ എഴുന്നേറ്റ് പത്മാവതി ടെമ്പിളിൽ ദർശനത്തിന് പോകണം. ഭഗവാന്റെ ഏറ്റവും വലിയ വഴിപാടാണ് മുടി മൊട്ടയടിക്കുന്നത്. അപ്പം മുടി മൊട്ടയടിക്കേണ്ടവർക്ക് ഇവിടെ മാധവ നിലയം, കല്യാണക്കട്ട, അങ്ങനെ പല പേരുകളിലുള്ള ബിൽഡിങ്ങുകളുണ്ട്. അവിടെ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ മുടി മൊട്ടയടിക്കാനും പറ്റും. പിന്നെ നമുക്ക് അവിടെ കുളിക്കാനുള്ള ചൂടുവെള്ളവും തണുത്ത വെള്ളവും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒന്നിനും ഒരു കുറവും ഇല്ല. അതുപോലെ ഭഗവാനെ കാണിക്കായിട്ട് ഹുണ്ടി എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ വെളിയിൽ തന്നെ വലിയ ഹുണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലാണ് സമർപ്പിക്കുന്നത്. സമയം ഇപ്പോൾ 9:45-ആയി. അപ്പം നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇത് നാളെ രാവിലെ മാത്രമേ നമ്മൾ പത്മാവതി ടെമ്പിളിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ തിരുപ്പതിയപ്പനെ കാണാൻ വരുന്ന എല്ലാവരും പത്മാവതി ദേവിയെ കൂടെ ദർശനം നടത്തി വേണം പോകുവാനായിട്ട്. കാരണം തിരുപ്പതി ഭഗവാൻ പത്മാവതി ദേവിയോട് പറഞ്ഞിരിക്കുന്നത്, എന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് നീ വേണം അനുഗ്രഹം നൽകുവാൻ എന്നാണ് ലക്ഷ്മി ദേവിയോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങി. സമയം ഇപ്പോൾ 7 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ പത്മാവതി ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. വേറെ അമ്പലങ്ങളിലൊന്നും കയറുന്നില്ല. സാധാരണ ഞങ്ങൾ തിരുപ്പതിക്ക് പോരുമ്പോൾ ഇടയ്ക്ക് തമിഴ്നാട് അല്ലെങ്കിൽ ഇവിടെ ആന്ധ്ര തന്നെയുള്ള ചില അമ്പലങ്ങളിലൊക്കെ കയറിയിട്ടാണ് വരാറ്. ഇപ്രാവശ്യം പക്ഷെ നമുക്ക് തിരക്കായതുകൊണ്ട്, ആനന്ദന് വർക്കിന്റെ തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ അമ്പലങ്ങളിലൊന്നും കയറുന്നില്ല. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തിരുമലയിലെ കിച്ചണ്. ലോകത്തിലെ ഏറ്റവും വലിയ കിച്ചണാണ് തിരുമലയിലേത്.
തിരുമലയിലേക്ക് വണ്ടികൾക്ക് കയറി വരാനും തിരിച്ചു വണ്ടികൾക്ക് ഇറങ്ങി പോകാനും 2 വഴികളാണുള്ളത്. ഈ വഴിയാണ് കേട്ടോ തിരിച്ച് ഇറങ്ങി പോകുന്ന വഴിയ്. ഇത് നേരെ അലിപ്പിരിയിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഇപ്പൊ ഇവിടെ ഫാസ്ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ നമ്മൾ വരുമ്പോഴ് അവര് സ്ലിപ്പായിരുന്നു തരുന്നത്. അതില് നമ്മള് കയറി പോകുന്ന ടൈമും രേഖപ്പെടുത്താറുണ്ട്. ഈ ഇറങ്ങി വരുന്ന വഴി വരുമ്പോൾ അവര് ഇറങ്ങി പോകുന്ന ടൈമും രേഖപ്പെടുത്താറുണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആളുകള് ദർശനത്തിന് വേണ്ടി നടന്ന് കയറി പോകുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നതും ആളുകൾ നടന്ന് കയറി പോകുന്ന വഴികളാണ്. അങ്ങ് ദൂരെയായിട്ട് ഗരുഡന്റെ മുഖമുള്ള ഒരു മല കാണുന്നില്ലേ? അതാണ് കേട്ടോ ഗരുഡാചലം. ഭൂലോകത്തിലേക്ക് ഗരുഡൻ ആ മലയെ കൊണ്ടുവന്നെന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് അതിനെ ഗരുഡാചലം എന്ന് പറയുന്നത്. നമ്മൾ താഴെ അലിപ്പിരി എത്തി തിരിച്ച് ഇവിടുന്ന് നേരെ പത്മാവതിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 8 കിലോമീറ്റർ മിച്ചമേ ഉള്ളൂ പത്മാവതി ദേവി ക്ഷേത്രത്തിലേക്ക്. തിരുമലയിൽ വേറെയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. ശ്രീപുരി, വാടലൂർ, ശിലാതോരണം, ശ്രീ വെങ്കടേശ്വര മ്യൂസിയം, പിന്നെ ശിലാതോരണം ഗാർഡൻ ഉണ്ട്, ശ്രീപുരിമേട്ട്, പിന്നെ ചക്രതീർത്ഥം, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നേരത്തെ തന്നെ പോയി കണ്ടിട്ടുള്ളതാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ളപ്പോഴൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തിരുമലയിലെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ പത്മാവതി ദേവി ടെമ്പിളിലേക്ക് പോകുന്നത് ദർശനത്തിന്. പത്മാവതി ടെമ്പിളിലും തിരുമലയിലെ പോലെ തന്നെയാണ്. നമുക്ക് ഫോൺ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫോണൊക്കെ നമ്മൾ കാറിന് വെച്ചിട്ടേ പോകുള്ളൂ തൊഴാനായിട്ട്. പിന്നെ അവിടെ നമുക്ക് പെട്ടെന്ന് ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് 200 രൂപയുടെ പെട്ടെന്ന് പാസ് കിട്ടും. അത് എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദർശനം നടത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ദർശനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്ന സെയിം അതേ വഴിയിൽ കൂടി തന്നെയാണ് തിരിച്ചും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അത് വീഡിയോ എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതിന് ചെലവായ തുകയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും തിരുമല ദർശനത്തെ കുറിച്ച് അറിയേണ്ടവർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ അവർക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.